അതിർത്തിയിലെ പിരിമുറുക്കത്തിനിടെ നീക്കങ്ങൾക്കൊരുങ്ങിയ സൈന്യം. നിയന്ത്രണ രേഖയിൽ കരസേന സജ്ജമാണ്. അറബിക്കടലിൽ നാവികസേനയുടെ അഭ്യാസം തുടരുന്നു. ഉത്തർപ്രദേശിലെ ഗംഗ എക്സ്പ്രസ് വേയിൽ വ്യോമസേനയുടെ അഭ്യാസ പ്രകടനം ഇന്നുണ്ട്. റഫാൽ, മിറാഷ്, ജാഗ്വാർ യുദ്ധവിമാനങ്ങൾ സജ്ജമാണ്. അതിനിടെ ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ഭീകരർ പഹൽഗാമിലെത്തിയെന്ന് NIA കണ്ടെത്തി. ഏപ്രിൽ 15-ന് ഭീകരർ പഹൽഗാമിലെത്തിയെന്നാണ് വിലയിരുത്തൽ. പഹൽഗാമിലെ 4 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ച ശേഷം സുരക്ഷയില്ലാത്ത ബൈസൺ വാലി ആക്രമണത്തിനായി തിരഞ്ഞെടുത്തുവെന്നും NIA കണ്ടെത്തി. പ്രാദേശിക സഹായം ലഭിച്ചോ എന്നതിൽ അന്വേഷണം തുടരുകയാണ്. ആദിൽ പാലോട് ചേരുന്നു വിവരങ്ങളുമായി. അതിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആക്രമണത്തിന് തൊട്ട് മുൻപെന്ന് പറയുമ്പോൾ ദിവസങ്ങൾക്ക് മുൻപ് ഭീകരർ ബൈസൺ വാലിയിൽ എത്തിയിരുന്നു അല്ലേ? അങ്ങനെയുള്ള വിവരമാണ് പുറത്തു വരുന്നത് വെങ്കി. കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ 15-ാം തീയതി പഹൽഗാമിൽ ഭീകരർ എത്തിയിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലിലേക്ക് NIA പോവുകയാണ്. ഒപ്പം തന്നെ പഹൽഗാമിൽ ബൈസൺ വാലിക്ക് പുറമെ തന്നെ മറ്റ് 3 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടി ഭീകരർ സന്ദർശിച്ചിരുന്നു. ഇതിൽ സുരക്ഷാ കുറവുള്ള ബൈസൺ വാലിയെ സ്ഥിതി നമ്മൾ നേരത്തെ ചർച്ചയായതാണ്. ഒരു സുരക്ഷാ സേനയിൽ നിന്ന് ഒരു സുരക്ഷാ ഭടൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല, സേനയിൽ നിന്ന് ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എന്നത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ആ രൂപത്തിൽ ബൈസൺ വാലിയിൽ സുരക്ഷ ഇല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഭീകരാക്രമണം ബൈസൺ വാലിയിൽ നടത്താമെന്ന് ഭീകരർ നിശ്ചയിച്ചത് എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ NIA സംഘം ഉള്ളത്. പഹൽഗാമിൽ നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. ഇതിൽ 4 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇവർ സന്ദർശനം നടത്തി എന്നതാണ് ഇപ്പോൾ NIAക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിനൊപ്പം തന്നെ പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടാകാം എന്ന സംശയം ഇപ്പോഴും ബലപ്പെടുകയാണ് ഈ വിവരം പുറത്തു വരുമ്പോൾ. ആ നിലയിൽ 15 പ്രദേശവാസികളെ കസ്റ്റഡിയിലെടുത്തവരെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നടപടികൾ തുടരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനൊപ്പം അതിർത്തിയിലെ പിരിമുറുക്കത്തിനെ വലിയ സൈനികാഭ്യാസത്തിന് ഇന്ത്യ ഒരുങ്ങുകയാണ്. ഗംഗ എക്സ്പ്രസ് വേയിൽ നിന്ന് സൈനികാഭ്യാസമുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. റഫാൽ, മിറാഷ്, ജാഗ്വാർ യുദ്ധവിമാനങ്ങൾ സജ്ജമാണ് എന്നുകൂടി അറിയുന്നു. ആ വിധത്തിൽ പാകിസ്ഥാനും ഇന്ത്യയുമായുള്ള പിരിമുറുക്കം യുദ്ധസമാനമായ സാഹചര്യത്തിൽ തുടരുന്നു. ആ ഘട്ടത്തിലാണ് ഒരു യുദ്ധ വിമാനങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു സൈനികാഭ്യാസം അത് ശക്തി തെളിയിക്കാനുള്ള, കരുത്ത് തെളിയിക്കാനുള്ള ഒരു അവസരമാക്കി ഇന്ത്യ മാറ്റുന്നത് വെങ്കി. ഓക്കെ, ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും തിരച്ചിൽ അത് ഒരു വശത്ത് നടക്കുന്നുണ്ട്. NIAയുടെ അന്വേഷണം അതിൽ നിർണായകമായ വിവരങ്ങൾ NIAക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ സംഘർഷവുമായൊക്കെ ബന്ധപ്പെട്ട വിശദാംശങ്ങൾ.